നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ മുൻപില് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നില്ലേ? ഞാനൊന്ന് വാ തുറന്ന് സംസാരിച്ചാലേ അതൊക്കെ തീരും. അവരൊക്കെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. കാണണോ അത്? പറഞ്ഞു പറഞ്ഞ് സൽപ്പേരുണ്ടാക്കിയ നിന്റെ മോള് ചെയ്യുന്ന സൽപ്രവൃത്തികൾ അറിയണ്ടേ? എന്താ മോളെ? അവളോട് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവൾ ഇവിടേക്ക് വന്നു കയറിയതേ ഏതോ ഒരു ആണിന്റെ ഒപ്പാ. ഇവളെ ഇവിടെ നിർത്തി എന്റെ തലവെട്ടം കണ്ടപ്പോ അവൻ ഓടിപ്പോവുകയും ചെയ്തു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഏതു നേരവും ഇവളെ കുറിച്ച് അമ്മ എന്തിനാ അപവാദം പറയുന്നത്? എന്താണ് ഈ നാവ് വിഴുങ്ങി നിൽക്കുന്നേ? അച്ഛനോട് സത്യം പറ, ഞാൻ കണ്ടത് കള്ളമാണോ അല്ലയോ? പറയാനല്ലേ പറഞ്ഞത്? എന്താ ദേവേട്ടാ? മോളെ ഏതോ ആണിന്റെ കൂടെ ഇരുട്ടത്ത് വന്നു അമ്മയെ കണ്ടപ്പോ അയാൾ ഓടിപ്പോയെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ആരാ പറഞ്ഞത്? ഞാനല്ലേ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. നീയോ? അതെ അമ്മേ, ഞാനല്ലേ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. കൊണ്ടുവന്ന് നിർത്താൻ ഇവൾക്ക് എന്താ ബുദ്ധിമുട്ട്? അത് ഇവള് അമ്പലക്കുളത്തി ഒന്ന് വീണു. നിലയില്ലാത്തടത്ത് എത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിച്ചത്. ആണോ മോളെ? എന്നിട്ടെന്താ ഇത്രയും നേരം ചോദിച്ചിട്ട് പറയായിരുന്നത്? യശോദ വന്ന് ഇത്രയും വലിയൊരു കള്ളം പറയുമെന്ന് അവൾക്ക് അറിയില്ലല്ലോ. യശോദേ, ഇപ്പോഴും നീ ഇവളെ രക്ഷിക്കാൻ നോക്കുക അല്ലേ? ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നേ? ഇവളെ ഇവിടെ നിർത്തിയിട്ട് 2 പനിക്കൂർക്കയില പറിക്കാൻ പോയതാ വെള്ളം തിളപ്പിക്കാനായിട്ട്. ഒന്നും പറ്റാതെ എന്റെ മോള് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാ ഞാൻ. അപ്പോഴാ അമ്മയുടെ ഓരോ പറച്ചിലുകള്. യശോദേ, അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനിയിപ്പോ രാധികയുടെ കൂടെ ഒരാണ് വന്നു എന്ന് തന്നെയാണ് അമ്മയുടെ വിശ്വാസമെങ്കിൽ അത് മനസ്സ് തന്നെ ഇരുന്നോട്ടെ. അമ്മ അതി കയറിപ്പോയെ ഓരോന്നും കൊണ്ട് വന്നോളൂ. യശോദേ, തീക്കൊള്ളി കൊണ്ടാ നീ ഇപ്പൊ തലചൊറിയുന്നത്, അത് മറക്കണ്ട. എന്തിനാ കുട്ടി ഈ വൈകിയ നേരത്ത് കുളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോയത്? ഇനി ഒന്നും ചോദിച്ച ഇവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. മോള് വാ. ഭഗവാനെ, അങ്ങയുടെ ഏറ്റവും നല്ല ഭക്തിയല്ലേ അവള്. എന്നിട്ടെന്താ ആ പാവത്തിന്റെ വിഷമം മനസ്സിലാക്കാത്തത്? പ്രണയത്തിന്റെ അർത്ഥം ഭഗവാനേക്കാൾ നന്നായിട്ട് ആർക്കാ മനസ്സിലാവുന്നത്? അവക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അത് തുറന്നു പറയാൻ ആ പാവത്തിനാവില്ല. ഞങ്ങളെങ്ങ് ഒന്നിച്ച് ചേർത്തൂടെ? ആരോടാ വരും തനിയൊന്നും സംസാരിക്കുന്നേ? അതെ, ഒരാൾ തനിച്ച് നിൽക്കുന്നതേ അയാൾക്ക് സ്വസ്ഥത ആവശ്യമുള്ളപ്പോഴാ. അപ്പൊ ചെയ്യാവുന്ന ഏറ്റവും നല്ല മര്യാദ അയാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാ. ഇന്നവളെ കണ്ടോ? മനസ്സിൽ വെച്ച് പൂജിക്കുന്നവളെ കണ്ടു. ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. എന്താ ചോദിക്കാൻ? സഞ്ചരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അതിനുള്ള ധൈര്യമൊന്നും കിട്ടിക്കാണില്ല. ആരെ പേടിക്കണം? നിന്നെയോ? എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥയോട് പുച്ഛം ആവരണേ. പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രണയത്തിന്റെ പേരും പറഞ്ഞ് ചില മനോരോഗികളാ ഇങ്ങനെ നടക്കുന്നത്. ഇക്കാലത്ത് ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. അതെ, ഈ പ്രണയം എന്നുള്ള വാക്ക് ഏത് കാലത്താണ് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ളത്? ആണ് പെണ്ണും തമ്മിലുള്ള ആകർഷണത്തിന് എന്നാ കുറവുണ്ടായിട്ടുള്ളത്? എടോ, സ്നേഹം വിലമതിക്കാനാകാത്തൊരു വികാരമാണ്. അത് തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. താൻ നല്ല ഒന്നാമതൊരു കച്ചവടക്കാരിയല്ലേ? കച്ചവടക്കാരിയോ? ആ, എങ്കിലേ
സ്വന്തം കുടുംബത്തിന്റെ പേരും പറഞ്ഞ് എന്നോട് എഗ്രിമെന്റ് വെച്ച് നിങ്ങൾ കച്ചവടക്കാരനല്ലേ? ദേ, ശബ്ദം ഉയർത്തണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉച്ച ഉണ്ടാക്കും. അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ മുൻപില് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നില്ലേ? ഞാനൊന്ന് വാ തുറന്ന് സംസാരിച്ചാലേ അതൊക്കെ തീരും. അവരൊക്കെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. കാണണോ അത്? കാണണോ? എന്റെ അച്ഛനും അമ്മയും ആദ്യം എന്നെ ശകാരിക്കുമായിരിക്കും. പക്ഷേ എന്റെ കാര്യത്തിലായതുകൊണ്ട് പിന്നെ അവരൊന്ന് മറിച്ച് ചിന്തിക്കും. നിന്റെ കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. എന്തിനാ സ്വന്തം വീട്ടുകാർക്ക് പോലും നിന്നെ വിശ്വാസമുണ്ടോ? അത് വരുണാണോ നിശ്ചയിക്കുന്നത്? ആ, ഞാനല്ല നിശ്ചയിക്കേണ്ടത്, അവരാ. പക്ഷേ അവരിതുവരെ അത് കാണിച്ചു കണ്ടിട്ടില്ല. അതെ, ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോയാലോ? ആ, പേടിപ്പിക്ക? ഇറങ്ങി പോകുന്നു പറഞ്ഞ് എന്നെ പേടിപ്പിക്ക? ഒരു കാര്യം ചെയ്യും, പോ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരെ വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി വിട്ട് നിന്നെ അവിടെ എത്തിക്കാം. വരുൺ, മുഖം താഴ്ത്തി കളം വരച്ച് നിൽക്കുന്ന പഴയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പ്രിയങ്കപ്പെടുത്തരുത്. ഞാനും നിങ്ങൾ ജീവിക്കുന്ന അതേ ജനറേഷനിലെ കുട്ടിയാ. ഒരടി കിട്ടിയാൽ തിരിച്ചടിക്കാൻ എനിക്കും അറിയാം. മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റ്. എന്താടി? മുത്തശ്ശി എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തിനാ? വരുണും പ്രിയങ്കയും പുറത്ത് നിപ്പുണ്ട്. അതിന് നിനക്കെന്താ? അവര് ഭാര്യയും ഭർത്താവുമല്ലേ? അതല്ലെന്ന് തെളിയിക്കാനാ മുത്തശ്ശി ഞാൻ വിളിക്കുന്നേ. അവര് തമ്മിൽ അവിടെ പൊരിഞ്ഞടിയാ. പരസ്പരം വെല്ലു വിളിക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. കൽപ്പന, നിന്റെ ഈ അസുഖത്തിന് എന്റെ കൈ മരുന്നില്ല. അല്ലെങ്കിൽ തന്നെ പിള്ളേരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിൽക്കുന്നിടത്ത് നീ എന്തിനാ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മുത്തശ്ശി വിശ്വസിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ വന്നൊന്ന് നോക്ക്. അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താന്ന് മുത്തശ്ശിക്ക് ഇന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിലേ അവസാനം അവരിൽ ആരെങ്കിലും ഒരാളും മറ്റൊരാളെ കൊല്ലുമ്പോഴായിരിക്കും കണിമംഗലത്തുകാർ പഠിക്കുന്നത്. ശരി, ഞാൻ വരാം. പക്ഷെ അവിടെ ചെന്ന് നോക്കിയിട്ട് നിന്റെ അസൂയ മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട. മുത്തശ്ശിയെ എന്നെ ചെകിടടിച്ച് തല്ലിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇന്ന് മുത്തശ്ശിക്ക് അത് കാണുമ്പോ തൃപ്തിയായിക്കോളും. വാ എന്റെ കൂടെ, വാ മുത്തശ്ശി, വാ. ഇന്ന് കാണിച്ചു തരാം. വാ മുത്തശ്ശി, വാ. ഇങ്ങോട്ട് വന്നേ, കാണിച്ചു തരാം ഞാൻ. എടി, കണിമംഗലത്തെ സമ്പത്ത് കണ്ടിട്ട് തന്നെയാടി നീ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ നീ മറച്ചു വെക്കില്ലായിരുന്നു. നിന്റെ കൂട്ടുകാരി വേഷം കെട്ടി തോന്നിയ ദിവസം മുഴുവൻ കാണിക്കില്ലായിരുന്നു. ചെയ്തെങ്കിൽ അങ്ങ് സഹിച്ചോ. ഞാൻ ഇനിയും എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും. ഓഹോ, ഏട്ടത്തി ചെയ്യുന്നൊക്കെ ഏട്ടൻ സഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ അനിയനും അങ്ങ് സഹിച്ചാ മതി. എന്റെ ഏട്ടനെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കായിട്ടില്ല. നീ കയറി പൊടിയാത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.